കൊണ്ട് ഈ മതവർഗീയതയിൽ നിന്നും ഇന്ത്യയുടെ ആത്മാവിനെ മോചിപ്പിക്കുവാൻ ഏത് രാഷ്ട്രീയ ശക്തിക്ക് കഴിയും? വർഗീയതയ്ക്കെതിരെ തോറ്റുപോകാത്ത പ്രതിരോധത്തിനും സമരസപ്പെടാത്ത സമരത്തിനും ചെറുത്തുനിൽപ്പിനും നേതൃത്വമാകുവാൻ ഏത് രാഷ്ട്രീയ ശക്തിക്ക് ഇന്ത്യയുടെ മണ്ണിൽ നേതൃത്വമാകാൻ കഴിയുമെന്ന ചോദ്യമാണ് ഈ ഏപ്രിൽ 23 നിങ്ങളുടെ മുമ്പിൽ ഉയർത്തുന്നത്. അവിടെ നമ്മൾ വർഗീയത മാത്രം സ്മരിച്ചാൽ പോരാ. എന്റെയും നിങ്ങളുടെയും ജീവിതത്തെ ഈ രാജ്യത്തിന് വേണ്ടി തീരെഴുതി കൊടുത്ത ഭൂതകാല അനുഭവങ്ങൾ നമ്മൾ മറക്കാൻ പാടുണ്ടോ? പോളിംഗ് ബൂത്തിൽ നിൽക്കുമ്പോൾ, വോട്ട് ചെയ്യാൻ വേണ്ടി ക്യൂവിൽ നിൽക്കുമ്പോൾ നമ്മൾ അധ്വാനിച്ച് സമ്പാദിച്ച നോട്ട് തിരികെ എന്ന് മാറി ലഭിക്കുന്നതിന് വേണ്ടി ക്യൂവിൽ നിന്ന അനുഭവം മറന്നു പോകാൻ പാടില്ല എന്ന് പറയുന്ന ഒരു തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യം മാത്രമല്ല, നോട്ട് നിരോധനത്തിന്റെ കാലയളവിൽ നമ്മുടെ രാജ്യത്ത് അഭിമുഖീകരിക്കേണ്ടവന്ന ജീവിതത്തിന്റെ നിർദ്ദയമായ അവസ്ഥകളാണ്. എന്തായിരുന്നു പ്രഖ്യാപനം? 2016 നവംബർ മാസം 8-ാം തീയതി അർദ്ധരാത്രിയുടെ മണിക്കൂറുകളിൽ 2 ദിവസക്കാലം മുമ്പത്തെ അനുസ്മരിപ്പിക്കുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനം ഉണ്ടായിരുന്നു. കള്ളപ്പണം തിരികെ കൊണ്ടുവരുമെന്ന് പ്രഖ്യാപിച്ചു. അതിനോടൊപ്പം അനുരൂപമായി പറഞ്ഞതെന്താ? 7-8 മണിക്കൂർ നമ്മുടെ നാട്ടിൽ സാധാരണക്കാർ ക്യൂവിൽ നിൽക്കേണ്ടതായിരുന്നു. ക്യൂവിൽ നിൽക്കേണ്ടവെന്ന സാധാരണക്കാരുടെ ഇടയിൽ നമ്മൾ ധനാട്യന്മാരെയോ കണ്ടില്ല. ഈ കേരളത്തിലും രാജ്യത്തെമ്പാടവും സാധാരണക്കാർക്കും ദരിദ്ര നാരായണന്മാർക്കും മാത്രമാ പണം മാറിയെടുക്കാൻ ക്യൂവിൽ നിൽക്കേണ്ടതായി വന്നത്. വിവാഹം തുടങ്ങിയ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും മാതാപിതാക്കൾക്കിടയിൽ ധനാട്യരുണ്ടായിരുന്നില്ല. സാധാരണക്കാരും ദരിദ്രരും ദരിദ്ര നാരായണന്മാരും മാത്രമായിരുന്നു. ആക്രമിക്കപ്പെട്ട ജീവിതം ഈ രാജ്യത്തെ സാധാരണക്കാരുടേതായിരുന്നു. ഈ രാജ്യത്തെ ദരിദ്രന്മാരുടേതായിരുന്നു. അധസ്ഥിത ജനവിഭാഗത്തിന്റേതായിരുന്നു. അവർ ക്യൂവിൽ നിന്ന് മരിച്ചു വീഴുന്ന 58 മനുഷ്യന്മാരുടെ രക്തസാക്ഷിത്വം വോട്ട് വിരോധാനന്തര ഇന്ത്യയിൽ നിന്ന് കേൾക്കുമ്പോൾ രാജ്യത്ത് മറയില്ലാതെ ഉറപ്പില്ലാതെ സംഘപരിവാരം എന്താ വിളിച്ചു പറഞ്ഞത്? വോട്ട് നിരോധനാനന്തര കാലയളവിൽ പെട്രോളിന്റെ വില 50-ൽ താഴെ ഞങ്ങൾ എത്തിക്കും, ഡീസലിന്റെ വില 40-ൽ താഴെ ഞങ്ങളാക്കും, പാചകവാതകത്തിന്റെ വില ഇടതുപക്ഷ പിന്തുണയുണ്ടായിരുന്ന 1-ാം UPയുടെ കാലയളവ് പോലെ 480-ൽ താഴെ ഞങ്ങൾ എത്തിക്കും. ഈ പ്രഖ്യാപനം നമ്മൾ മറന്നു പോകാൻ പാടില്ല. നമ്മൾ ചോദിക്കണം, വർണ്ണസബലമയാർന്ന കടലാസ് കഷ്ണങ്ങളിൽ തേച്ചൊട്ടിച്ച ചിരിയുമായി തെരഞ്ഞെടുപ്പിന്റെ കാലയളവിൽ എന്റെയും നിങ്ങളുടെയും ഗ്രാമനഗരാന്തരങ്ങളിൽ, കവലകളിൽ, ഗ്രഹങ്ങളിൽ വോട്ട് ചോദിച്ച് വ്യത്യസ്തമായ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പ്രതിനിധികൾ എത്തുമ്പോൾ അമർത്യാസന്മാർ പറഞ്ഞതുപോലെ ഓർമ്മകൾ മരിച്ചുപോയൊരു ജനതയാകാൻ പാടില്ല. നമ്മൾ ചോദിക്കേണ്ടതുണ്ട്, ഈ രാജ്യത്തിന്റെ ഭൂതകാല അനുഭവങ്ങളിൽ പെട്രോളിന്റെ വില 50-ൽ താഴെയാക്കുമെന്ന് നിങ്ങൾ പ്രഖ്യാപനം നടത്തുകയും എന്നാൽ 2019-ാം ആണ്ടിൽ തെരഞ്ഞെടുപ്പിന് നമ്മൾ ഒത്തുകൂടുന്ന കാലയളവിൽ എപ്പോഴാണ് പെട്രോളിന്റെ വില 100-ലേക്ക് എത്തുന്നത് എന്നതും നോക്കി ആശങ്കയോടുകൂടെ നോക്കിക്കാണുന്ന ഇന്ത്യൻ ജനതയുടെ ചോദ്യം നമ്മൾ ചോദിക്കേണ്ടതുണ്ട്. പാചകവാതകത്തിന്റെ വില 480 ഇടതുപക്ഷ പിന്തുണയുണ്ടായിരുന്ന 1-ാം UPയുടെ കാലയളവിൽ 1000-വും കടന്ന് മുമ്പോട്ടേക്ക് പോകുമ്പോ എന്റെയും നിങ്ങളുടെയും അടുക്കളയിൽ ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടാൻ പ്രയാസപ്പെടുന്ന ഈ രാജ്യത്തെ കോടാനുകോടി വരുന്ന ദരിദ്രനാരായണന്മാരുടെ കുടുംബങ്ങളിൽ ആവശ്യാനുസരണം പാചകവാതകത്തിന് വില വർദ്ധിപ്പിക്കുമ്പോ, പെട്രോളും ഡീസലിനും വില വർദ്ധിപ്പിക്കുമ്പോ, പെട്രോൾ പമ്പിൽ പെട്രോളും ഡീസലും അടിച്ചു വിടുന്ന വാഹനങ്ങൾക്ക് മാത്രമല്ല വില വർദ്ധിക്കുന്നത്. നമ്മുടെ നാട്ടിൽ ചെറുപ്പക്കാർ ചിലപ്പോൾ പ്രതിഷേധത്തിൽ മുദ്രാവാക്യം വിളിക്കും, ഉപ്പിന്, മുളകിന്, മണ്ണെണ്ണയ്ക്ക്, പലവ്യഞ്ജനത്തിന്, പലചരക്കിന് വിലയുയർത്തിയ സർക്കാരെ എന്ന് മുദ്രാവാക്യം വിളിക്കും. ഇന്ധനത്തിന് വില കൂടുമ്പോ ജീവിത സംബന്ധിയായ സമഗ്ര മേഖലകളിൽ വില വർദ്ധിക്കുകയാണ്. ആരാ വില കൂട്ടുന്നത്? മനോരമ എഴുതും. ഒരു ഉദാഹരണം ചൂണ്ടിക്കാണിച്ച വാർത്ത എഴുതും, പെട്രോളിന് വില കൂടി എന്ന് വാർത്ത എഴുതും, പാചകവാതകത്തിന് വില കൂടി എന്ന് വാർത്ത എഴുതും. മനോരമയും മാതൃഭൂമിയും ഉൾപ്പെടെയുള്ള നമ്മുടെ നാട്ടിലെ മുഖ്യധാര മാധ്യമം. എന്നാൽ ദേശാഭിമാനി വായിക്കുകയാണെങ്കിലോ ദേശാഭിമാനി ചെറിയ വ്യത്യാസമുണ്ട്. പെട്രോളിന് വില കൂട്ടി എന്നെഴുതും, പാചകവാതകത്തിന് വില കൂട്ടി എന്നെഴുതും. കൂട്ടി എന്നെഴുതുന്നതും കൂടി എന്നെഴുതുന്നതും തമ്മിൽ തായുടെ അടിയിൽ ഒരു വര കൂടെ അധികമായി വരച്ചാൽ കൂടി എന്നുള്ളത് കൂട്ടി എന്നായി മാറും. പക്ഷെ മനോരമയും മാതൃഭൂമിയും എഴുതില്ല പെട്രോളിന്റെ വില കൂട്ടിയെന്ന്, പാചകവാതകത്തിന്റെ വില കൂട്ടിയെന്ന്. എന്നാൽ ദേശാഭിമാനി എഴുതും പാചകവാതകത്തിന്റെ വില കൂട്ടി, പെട്രോളിന്റെ വില കൂട്ടി. പെട്രോളിന്റെയും പാചകവാതകത്തിന്റെയും വില കൂട്ടി എന്ന് വാർത്ത വായിക്കുന്ന നമ്മുടെ നാട്ടിലെ ഒരു സാധാരണക്കാരന്റെ ഉള്ളിലുയർന്ന ചോദ്യം എന്താ? പാചകവാതകത്തിന്റെ വില കൂട്ടി എന്ന തലക്കെട്ട് വായിക്കുന്ന കേരളത്തിലെ രാജ്യത്തെ ഒരു സാധാരണക്കാരൻ അത് രാഷ്ട്രീയത്തിനതീതമായി കോൺഗ്രസ് എന്നോ ലീഗെന്നോ RSS എന്നോ സംഘപരിവാരമെന്നോ വ്യത്യാസമില്ലാതെ ചോദിക്കാം, എന്റെ വീടിന്റെ അടുക്കളയിൽ ഞങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറിക്കഴിഞ്ഞിരിക്കുന്ന പാചകവാതകത്തിന്റെ വില കൂട്ടിയത് ആരുടെ
എന്ന ചോദ്യം നമ്മുടെ ഉള്ളിൽ ചോദിക്കുന്നു. അപ്പൊ സത്യസന്ധതയോടെ വാർത്ത എഴുതുന്ന മാധ്യമ പ്രവർത്തനങ്ങളെന്ന് വിളിച്ചു പറയേണ്ടവരും അത് കൂട്ടിയത് സർക്കാരല്ല, റിലയൻസ് ആണ്, എസ്ആർ ആണ്, അംബാനിയാണ്, അദാനിയാണ് എന്ന് വിളിച്ചു പറയുന്നതായി വരുന്നത്. സ്വാഭാവികമായി നമ്മൾ ചോദിക്കും, എന്റെ ബൈക്കിൽ അടിക്കുന്ന ഇന്ധനത്തിന്റെ വില കൂട്ടാനുള്ള അവകാശം ആരാണ് റിലയൻസിനും എസ്ആറിനും അംബാനിക്കും അദാനിക്കും ഹച്ചിസിനും തീരെഴുതി കൊടുത്തത്? എന്റെയും നിങ്ങളുടെയും വീടിന്റെ അടുക്കളയിൽ നമ്മുടെ ജീവിതത്തിന്റെ നിർണായക ഇന്ധനമായി മാറിയ പാചകവാതകത്തിന്റെ വില കൂട്ടാനുള്ള അവകാശം ഏത് ശക്തിയാണ്? RSS അല്ലെങ്കിൽ കോൺഗ്രസ് ഏത് ശക്തിയാണ് റിലയൻസിനും അംബാനിക്കും അദാനിക്കും തീരെഴുതി കൊടുത്തത് എന്ന ചോദ്യം ചോദിക്കാൻ തയ്യാറാകാം. ആ ചോദ്യത്തിന് മുമ്പ് സത്യസന്ധതയുള്ള നമ്മുടെ നാട്ടിലെ മാധ്യമ പ്രവർത്തകർക്ക് വിളിച്ചു പറയേണ്ടതായി വരും. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി പാചകവാതകത്തിനും ഇന്ധനത്തിനും വില കൂട്ടാനുള്ള ഭാഗികമായ അവകാശം ഇടതുപക്ഷത്തിന്റെ കരുത്തു കുറഞ്ഞ കോൺഗ്രസ് ഒറ്റയ്ക്ക് ഭരിക്കാൻ ഭൂരിപക്ഷം ലഭിച്ച രണ്ടാം UPA-യുടെ കാലയളവിലാണ് ഭാഗികമായി റിലയൻസിനും എസ്ആറിനും തീരെഴുതി കൊടുത്തത്. കോൺഗ്രസിന്റെ അഴിമതികൾക്കെതിരെ പ്രചരണം നടത്തി ആ പ്രചരണത്തിൽ അധികാരത്തിൽ വന്ന RSSന്റെ സംഘപരിവാരത്തിന്റെ ഭരണകാലയളവിലാണ് ഇന്ത്യൻ ചരിത്രത്തിൽ ആദ്യമായി പെട്രോളിന്റെയും ഡീസലിന്റെയും പാചകവാതകത്തിന്റെയും വില കൂട്ടാനുള്ള സമ്പൂർണമായ അവകാശം അംബാനിക്കും അദാനിക്കും എസ്ആറിനും തീരെഴുതി കൊടുത്തത് എന്ന് വിളിച്ചു പറയേണ്ടതായി വരും. നമ്മൾ ചോദിക്കണം, ഇത് പെട്രോളിനും ഡീസലിനും പാചകവാതകത്തിനും വില ഇങ്ങനെ തോന്നുംപടി കൂട്ടിയിരുന്നപ്പോൾ നിങ്ങൾ പ്രതിദാനം ചെയ്യുന്ന രാഷ്ട്രീയ കക്ഷിയുടെ എത്ര പ്രതിനിധികൾ ഒരു ചെറുവിരലെങ്കിലും അനക്കിക്കൊണ്ട് ഇന്ത്യൻ അധോസഭയിൽ ഞങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തി? നമ്മൾ ചോദിക്കണം. കോൺഗ്രസിന്റെ എത്ര MP-മാർ, UDF-ന്റെ എത്ര MP-മാർ, BJP-യുടെ എത്ര MP-മാർ പെട്രോളിനും ഡീസലിനും പാചകവാതകത്തിനും വില കൂടുമ്പോൾ ഇന്ത്യൻ ലോകസഭയിൽ ശബ്ദമുയർത്തി? വോട്ട് നിരോധിക്കപ്പെട്ട കാലയളവ്, GST നടപ്പിലാക്കപ്പെട്ട കാലയളവ്, നമ്മൾ ഒത്തുകൂടുന്നത് ഒരു നഗരത്തിന്റെ ചെറിയ ഹൃദയത്തിൽ കൂടെയാണ്. 10 ലക്ഷത്തിലധികം വരുന്ന ചെറുകിട വ്യാപാരികളുടെ ജീവിതം തകർത്തെറിഞ്ഞു. വോട്ട് നിരോധനവും GST-യും 10 ലക്ഷത്തിലധികം വരുന്ന ചെറുകിട വ്യാപാരികൾ. ആ സമയത്ത് അർദ്ധരാത്രിയിൽ ഇന്ത്യൻ ലോകസഭ സമ്മേളിക്കുന്ന കാലയളവിൽ കുടിഞ്ഞു നിൽക്കാത്ത ശിരസും വളഞ്ഞു നിൽക്കാത്ത നട്ടലിന്റെയും കരുത്തോടെ എല്ലാ കൊള്ളകളും നടത്തപ്പെടുന്നത് അർദ്ധരാത്രിയിലാണ് എന്നും ഈ കൊള്ളയും നടത്തപ്പെടുന്നത് അർദ്ധരാത്രിയിലാണ് എന്നും ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ മുഖത്ത് നോക്കി വിളിച്ചു പറയാനുള്ള തന്റെ മാർഗവും ഉണ്ടായിരുന്നത് നമ്മുടെ രാജ്യത്തെ ഇടതുപക്ഷത്തിന്റെ ജനപ്രതിനിധികൾക്ക് മാത്രമായിരുന്നു. ഒരാളും ശ്രദ്ധിച്ചില്ല. ജനജീവനം ആക്രമിക്കപ്പെട്ട ഇതേപോലെ എത്രയെത്ര ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ കഴിയും. ഇത് നമ്മൾ പകരം ചോദിക്കേണ്ടതുണ്ട്. നിറവേറ്റാനാവാതെ പോയ വാഗ്ദാനങ്ങളുടെ പാഴായി പോയ പ്രഖ്യാപനങ്ങൾക്കെതിരെയുള്ള കുറ്റപത്രമായിരിക്കും April 23 നമ്മുടെ നാട് സമർപ്പിക്കാൻ വേണ്ടി പോകുന്നത്. പലസ്തീന്റെ പ്രിയപ്പെട്ട കവി മഹമ്മൂദ് ദർബിസ് എഴുതുന്ന 2 വരി കവിതയിൽ വിളിച്ചു പറയുന്നുണ്ട്. കാർമേഘങ്ങളുടെ ഘോഷയാത്രയിൽ കെട്ടുപോകാത്ത നക്ഷത്രങ്ങളുടെ സാന്നിധ്യത്തെ കുറിച്ച് ദാർവീസ് പാടുന്നുണ്ട്. രാജ്യമെമ്പാടും ആസുരമായ വാർത്തകളുടെ കാർമേഘ ഘോഷയാത്ര ഞാൻ നിങ്ങൾ കാണുന്നുണ്ട്. പക്ഷേ ആ കാർമേഘങ്ങളുടെ മഹാഘോഷയാത്രക്കിടയിൽ കെട്ടുപോകാത്ത നക്ഷത്രത്തിന്റെ പ്രോജ്വലനം പുലർത്തുകയാണ് എന്റെയും നിങ്ങളുടെയും നാടായ കേരളം. രാജ്യം നേരിടുന്ന എല്ലാത്തരം വെല്ലുവിളികൾക്കും സമഗ്രമായ അർത്ഥത്തിൽ മറുപടി തീർക്കുന്ന കേരളത്തെ ഈ കാലയളവിൽ നമുക്ക് കാണാൻ കഴിയും. ഇപ്പോഴത്തെ കേരളം 1000 ദിവസക്കാലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ പൂർത്തീകരിക്കപ്പെടുകയാണ്. രാജ്യത്തിന്റെ വിഭിന്ന പ്രദേശങ്ങളിൽ നിന്ന് മതത്തിന്റെ പേരിൽ, ജാതിയുടെ പേരിൽ, വിശ്വാസത്തിന്റെ പേരിൽ, എഴുത്തിന്റെ പേരിൽ, പുസ്തകത്തിന്റെ പേരിൽ, സിനിമയുടെ പേരിൽ, ചിന്തയുടെ പേരിൽ, ബഹുസ്വരതയുടെ പേരിൽ, വൈവിധ്യങ്ങളുടെ പേരിൽ നൂറുകണക്കിന് വരുന്ന മനുഷ്യായുസ്സുകളുടെ ശിരസ്സൊക്കെ മാറ്റിയ വാർത്ത രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കേൾക്കുമ്പോൾ അഭിമാന പുരസ്സരം മലയാളികളായ മുഴുവൻ ആളുകൾക്കും വിളിച്ചു പറയാൻ കഴിയും. ഈ കാലയളവിൽ കേരളത്തെ ലക്ഷ്യമാക്കി RSS അക്രമം നടത്തിയ കാലയളവാണ്. അവിടെ കണ്ണൂർ ജില്ലയിൽ നിന്ന് തിരുവനന്തപുരം വരെ 13 കേന്ദ്രമന്ത്രിമാർ, RSS-ന്റെ നേതാവ് അമിത്ഷാ, ഈ രാജ്യം കണ്ട വംശീയതയുടെ അംബാസഡർ, ഇവരൊക്കെ കേരളത്തിൽ വന്ന് ജാഥ നയിച്ചു പോയ കാലയളവ്. ഇവിടെ വന്ന കേന്ദ്രത്തിന്റെ മന്ത്രി പറഞ്ഞത് ഈ കേരളത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ പ്രതിനിധികളുടെ കണ്ണ് ചൂഴ്ന്നെടുക്കണമെന്ന് പ്രഖ്യാപിച്ച കേന്ദ്രമന്ത്രി നമ്മുടെ ഓർമ്മയിലുണ്ട്. കേരള മുഖ്യമന്ത്രിയുടെ കഴുത്തിന് കോടി രൂപ ഇനാം പ്രഖ്യാപിച്ച RSS അനുഭവം നമ്മൾ മറക്കാൻ പാടില്ല. ആക്രമിക്കപ്പെട്ടത് കേരളമാണ്. കേരളം ഉയർത്തുന്ന സമരസപ്പെടാത്ത മതനിരപേക്ഷതയുടെ രാഷ്ട്രീയമാണ്. ഈ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ നമ്മൾ ചോദിക്കേണ്ടതായിട്ടുണ്ട്. പ്രതിപക്ഷ രാഷ്ട്രീയ നിലയിൽ വ്യത്യസ്തവും വ്യതിരിക്തവുമായ വിഭിന്ന രാഷ്ട്രീയ തുണകൾ നിൽക്കുന്ന ആളുകളുണ്ട്. കേരള മുഖ്യമന്ത്രി സഖാ പിണറായി വിജയന്റെ തലയ്ക്ക് ബീഹാറിൽ നിന്നുള്ള RSS-ന്റെ നേതാവ് കോടി രൂപ ഇനാം പ്രഖ്യാപിക്കുക. അവിടെ അമിത്ഷായുടെ നേതൃത്വത്തിൽ
കേരളത്തിൽ വന്ന മാർച്ച് ഉദ്ഘാടനം ചെയ്ത് തിരികെ മടങ്ങിപ്പോയ അമിത്ഷായെ പിന്നീട് നമ്മൾ കാണുന്നത് രാജ്യ തലസ്ഥാനത്ത് ഡൽഹിയിൽ AKG ഭവനിലേക്ക് മാർച്ച് ചെയ്ത അമിത്ഷായാണ് കാണുന്നത്. ആയിരക്കണക്കിന് വരുന്ന സംഘപ്രചാരകന്മാരെ സാക്ഷി നിർത്തി അമിത്ഷാ പറയുന്നുണ്ട്, രാജ്യത്ത് അവശേഷിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരുടെ സാന്നിധ്യത്തെ ഞങ്ങൾ ഉന്മൂലനം ചെയ്യും, രാജ്യത്ത് അവശേഷിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരെ ഞങ്ങൾ ഉന്മൂലനം ചെയ്യുമെന്ന് പ്രഖ്യാപിക്കുന്നത് RSSന്റെ ദേശീയ നേതൃത്വത്തിന്റെ മുഖമായ അമിത്ഷായാണ്. നമ്മൾക്ക് തിരിച്ചറിയേണ്ടതും വിളിച്ചു പറയേണ്ടതുമുണ്ട്. രാജ്യത്ത് RSSനെതിരെ പ്രതിരോധം രാഹുൽ ഗാന്ധി മാത്രമാണ് എന്ന് വിളിച്ചു പറയുന്നവർ, കോൺഗ്രസാണ് അഭയകേന്ദ്രമെന്ന് വിളിച്ചു പറയുന്നവർ, നിങ്ങളോട് ചോദിക്കേണ്ടതുണ്ട്, നമ്മൾ തിരക്കേണ്ടതുണ്ട്. ഈ ഡൽഹിയിൽ ഭായ് വീർ സിംഗ് മാർഗ് എന്ന് വിളിക്കപ്പെടുന്ന പ്രസിദ്ധമായ തെരുവിന് സമീപമാണ് AKG ഭവൻ സ്ഥിതി ചെയ്യുന്നത്. അവിടെ നിന്ന് 4.5 കിലോമീറ്റർ യാത്ര ചെയ്താൽ 10 ജന്മദിന സമീപം 18ലധികം വരുന്ന ഏക്കറിൽ പിറന്നു കിടക്കുന്ന വിശാലമായ ഭൂമികയിൽ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആസ്ഥാന മന്ദിരമുണ്ട്. 5 വർഷക്കാലത്തിനിടയിൽ RSSന്റെ ഏതെങ്കിലും ഒരു പ്രചാരകൻ, ഏതെങ്കിലും ഒരു പ്രവർത്തകൻ കോൺഗ്രസിന്റെ ഓഫീസിലേക്ക് മാർച്ച് ചെയ്തതായി നമ്മൾ കാണുന്നുണ്ട്. ഈ കോൺഗ്രസിന്റെ പ്രവർത്തനം ഞങ്ങൾക്കൊരു വെല്ലുവിളിയാണ്, ഇവർ ഞങ്ങൾക്കൊരു പ്രതിരോധമാണ്, ചെറുത്തുനിൽപ്പാണ് എന്ന് പ്രഖ്യാപിച്ച് നമ്മൾ സാക്ഷ്യം വഹിച്ചിട്ടുണ്ടാവും. രാജ്യസഭയിലെ ഏറ്റവും മികച്ച ജനപ്രതിനിധിയായി നമ്മുടെ രാജ്യം തെരഞ്ഞെടുത്ത CPIMന്റെ അഖിലേന്ത്യാ എന്റെയും നിങ്ങളുടെയും ഓർമ്മയിലുണ്ട്. കോൺഗ്രസിന്റെ ഏതെങ്കിലും ഒരു നേതാവിന്റെ ശരീരത്തിൽ കിടക്കുന്ന വസ്ത്രത്തിലെങ്കിലും RSS പരിക്കേൽപ്പിച്ചതായി ഞാൻ നിങ്ങൾ കാണുന്നുണ്ട്. ഇപ്പൊ വടകരയിൽ സഖാവ് P ജയരാജൻ RSSകാർ വെട്ടിക്കുണപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ച കമ്മ്യൂണിസ്റ്റുകാരന്റെ പിന്മടക്കമില്ലാത്ത ആർജവത്തിന്റെ പ്രതീകമായി ഒരു കൈയില്ലാതെ ബാക്കിയുള്ള ഒരു വിരലില്ലാത്ത സഖാവ് P ജയരാജൻ. എത്ര ആളുകൾ നമുക്ക് മുമ്പിൽ RSSന്റെ അക്രമം നേരിട്ട് ഏറ്റുവാങ്ങേണ്ടതെന്ന് കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥികളാണ്. എന്തുകൊണ്ടാണ് കേരളത്തിലെ ഇടതുപക്ഷം അത്തരത്തിലുള്ളവരെ അവതരിപ്പിക്കുന്നത്? രാജ്യം ശ്രദ്ധിക്കണം. ഈ മെയ് മാസം 23 അനന്തരം രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഒരു മതനിരപേക്ഷ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ RSSന്റെ ആക്രമണത്തെ നേരിട്ട് ഏറ്റുവാങ്ങി പ്രതിരോധിച്ച രാഷ്ട്രീയ ആർജവത്തിന്റെ ഒരൊറ്റ കരുത്തുകൊണ്ട് മാത്രം RSSനെ ചെറുത്തുതോൽപ്പിക്കുന്ന കേരളത്തിൽ നിന്ന് സഖാവ് P ജയരാജൻ ഇന്ത്യൻ ലോകസഭയിലെത്തുമ്പോൾ RSSനെതിരെ രാജ്യം ശ്രദ്ധിക്കുന്ന താക്കീതാണ്. ആരുണ്ട്? ഏത് രാഷ്ട്രീയ ശക്തിക്ക് കഴിയും? അക്രമം ഏറ്റുവാങ്ങിയ ഏതെങ്കിലും ഒരു കോൺഗ്രസുകാർ രാജ്യത്ത് പോട്ടെ, നമ്മുടെ ഇവിടെ കേരളത്തില് മുല്ലപ്പള്ളി രാമചന്ദ്രനോ രമേശ് ചെന്നിത്തലയ്ക്കോ ഉമ്മൻചാണ്ടിക്കോ എപ്പോഴെങ്കിലും RSSന്റെ കയ്യിൽ നിന്ന് അക്രമം ഏറ്റുവാങ്ങേണ്ട വന്നിട്ടുണ്ടോ? ഞാൻ സൂചിപ്പിച്ചു, CPIMന്റെ ഓഫീസിലേക്ക് പ്രകടനം നടത്തി, സീതാറാം യെച്ചൂരി ആക്രമിക്കുന്നു, സഖാവ് പിണറായിയുടെ തലയ്ക്ക് കോടി രൂപ ഇനാം. സാന്ദർഭികമായി ഓർമ്മിക്കേണ്ടത്, ഇവിടെ നമ്മൾ തെരഞ്ഞെടുത്ത പ്രതിനിധി, ഞാൻ അതിന്റെ വ്യക്തിപരമായ മറ്റു വിശദാംശങ്ങളിലേക്ക് കടന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല. ലീഗിന്റെ ഏതെങ്കിലും ഒരു നേതാവിന്റെ തലയ്ക്ക് ഒരു 1 ലക്ഷം രൂപ ഇനാം. 1 ലക്ഷം എന്ന് പറഞ്ഞാൽ കുറച്ച് കാണിച്ചതല്ല, അവരുടെ തലയ്ക്ക് അത്രയും രൂപയെ വിലയുള്ളൂ എന്നതും കൊണ്ട് പറഞ്ഞതല്ല. പക്ഷെ RSS അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടോ? ലീഗ് നേതാവിനെ പിടിച്ചുകൊണ്ടുവന്നാൽ നിങ്ങൾക്ക് ഇനാം നൽകും എന്ന സംഘപരിവാരത്തിന്റെ പ്രഖ്യാപനം നമ്മൾ കണ്ടിട്ടില്ല. പക്ഷേ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ കഴുത്തിന് നൂറുകണക്കിന് കിലോമീറ്ററുകൾക്കപ്പുറം ബീഹാറിൽ നിന്ന് RSS വിലയിടുകയാണ്. എന്തുകൊണ്ടാണ് എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്, നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. ഏപ്രിൽ 23 നമ്മുടെ നാട് പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ കോൺഗ്രസിന്റെ ജനപ്രതിനിധികളുടെ പ്രത്യേകമായ സ്വഭാവം നമ്മുടെ രാജ്യം കാണുകയാണ്. 45 വർഷക്കാലം മധ്യ കേരളത്തിന്റെ ശിരസായ വ്യാവസായിക തലസ്ഥാനമായ എറണാകുളത്തെ പ്രതിനിധീകരിച്ച കോൺഗ്രസിന്റെ എംപിയാണ് പ്രൊഫസർ KV തോമസ്. വെറും മനുഷ്യനല്ല, പ്രൊഫസറാണ്, പണ്ഡിതനായ അധ്യാപകനാണ് തോമസ് മാസ്റ്റർ. 45 വർഷക്കാലം സംസ്ഥാന നിയമസഭയിൽ MLA ആയി, കേന്ദ്ര മന്ത്രിസഭയിൽ അംഗമായി, സംസ്ഥാന മന്ത്രിസഭയിൽ മന്ത്രിയായി, അതേപോലെ നിരവധി തവണ പാർലമെന്റ് മെമ്പറായി എറണാകുളം പാർലമെന്റ് മണ്ഡലത്തെ പ്രതിനിധീകരിച്ച പ്രൊഫസർ KV തോമസിനോട് ഇത്തവണ UDF പറഞ്ഞു, 45 വർഷക്കാലായി ഇത്തവണ സീറ്റില്ല, ഇനി അങ്ങ് സംഘടന രംഗത്ത് ശ്രദ്ധിക്കണം. എന്താ കോൺഗ്രസിന്റെ നേതാവ് പ്രൊഫസർ KV തോമസ് വിളിച്ചു പറഞ്ഞത്? എനിക്ക് BJPയിൽ നല്ല സുഹൃത്തുക്കളുണ്ട്. രാജ്യത്തെ കോൺഗ്രസിന്റെ പ്രൊഫസറാണ്, പണ്ഡിതനാണ്, അറിവില്ലാത്തയാളോ നിരക്ഷരനോ സ്കൂളിൽ പോകാത്ത ആളോ അല്ല. പ്രൊഫസറായ പണ്ഡിതനായ KV തോമസ് വിളിച്ചു പറയുകയാണ്, 45 വർഷക്കാലം പ്രതിനിധിയും പാർലമെന്റ് മെമ്പറും നിയമസഭയിൽ മന്ത്രിയും കേന്ദ്ര മന്ത്രിസഭയിൽ അംഗവുമായ KV തോമസിന് ഈ തവണ സീറ്റില്ല എന്ന് കോൺഗ്രസ് പറഞ്ഞപ്പോൾ പറയുകയാണ്, എനിക്ക് BJPയിൽ നല്ല സുഹൃത്തുക്കളുണ്ട്. ഞാൻ മലയാളികളെ മാത്രം കാര്യം സൂചിപ്പിക്കുന്നുള്ളൂ, അല്ലാതെ പോയ 112 MPമാരുടെ പേര് പറയേണ്ടവർ. ഇത് കോൺഗ്രസ് BJPക്ക് സംഭാവന ചെയ്ത MPമാർ എന്ന് പറഞ്ഞ 112 ഒരു പൊതുയോഗം എടുത്താൽ തീരില്ല. സ്ഥാനാർത്ഥി 2 തവണ പര്യടനം നടത്തുന്നവർ. ഞാൻ അതുകൊണ്ട് അതിന്റെ വിശദാംശത്തേക്ക് പോയില്ല.
മലയാളിയാണ്. തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ സീറ്റില്ല എന്ന് കോൺഗ്രസ് പറഞ്ഞു. പിറ്റേ ദിവസം RSSന്റെ കാര്യാലയത്തിൽ പൂച്ചെണ്ടുകൾ ഏറ്റുവാങ്ങി കേന്ദ്രമന്ത്രിയിൽ നിന്ന് അംഗത്വം സ്വീകരിച്ച രാഷ്ട്രീയമായ ഒരു ഊട്ടം ഒരു അന്തസ്സുമില്ലാതെ സ്ഥാനവും സീറ്റും ലഭിക്കില്ല എന്ന് പറഞ്ഞപ്പോ മലയാളിയായ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ വക്താവ് ടോം വടക്കൻ ഒരു ഒറ്റരാത്രി ഇഴത്തിവെടുത്തപ്പോ RSSന്റെ വക്താവായി മാറി. നമ്മുടെ നാട്ടിൽ സവിശേഷകരമായ വിവാദങ്ങളുടെ ചരിത്രത്തിലേക്ക് പോകുന്നില്ല. രാമചന്ദ്രൻ നായർ മധ്യ കേരളത്തിലെ കോൺഗ്രസിന്റെ KPCCയുടെ വൈസ് പ്രസിഡന്റാണ് എന്നാണ് എന്റെ ഓർമ്മ. ഒരു രാത്രി ഇരുട്ടുകാലത്ത് നമ്മുടെ നാട്ടിൽ ചില സമരങ്ങളൊക്കെ നടന്നിരുന്നു. ആ സമരത്തിലേക്ക് പതാക എടുക്കാതെ അണിചേർന്നു എന്ന് പറഞ്ഞ കോൺഗ്രസ് പറഞ്ഞു വിട്ടതാണ്. G. രാമചന്ദ്രൻ നായർ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായി ഒരു രാത്രി ഇരുട്ടി വെളുത്തപ്പോ പതാക എടുക്കാതെ RSSന്റെ സമരത്തിൽ അണിചേർന്നുകൊള്ളൂ എന്ന് കോൺഗ്രസ് പ്രഖ്യാപിച്ച 24 മണിക്കൂർ പിന്നിട്ടപ്പോൾ G. രാമചന്ദ്രൻ നായർ പിറ്റേ ദിവസം പങ്കെടുത്ത ചാനൽ ചർച്ചയിൽ രാമചന്ദ്രൻ നായർ G ആയി എന്നുവെച്ചാൽ BJPയുടെ വൈസ് പ്രസിഡന്റായി മാറി. കേരളത്തിൽ 2 ആഴ്ചക്കാലം മുമ്പ് J. പ്രമീളാദേവി ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലയളവിൽ വനിതാ കമ്മീഷന്റെ മെമ്പറായിരുന്നു. NSSന്റെ കോളേജിലെ പ്രൊഫസറായിരുന്നു ഇംഗ്ലീഷ് വിഭാഗത്തിൽ. ഇതേപോലെ പതാക എടുക്കാതെ RSSന്റെ സമരത്തിൽ അണിചേർന്നു എന്ന് കോൺഗ്രസ് പറഞ്ഞു. പിറ്റേ ദിവസം പ്രമീളാദേവി G ആയി മാറി. BJPയുടെ വനിതാ കൗൺസിലിന്റെ സംസ്ഥാന അധ്യക്ഷയായി മാറി. കേരളത്തിൽ മാത്രം നടന്ന അത് 60 ദിവസക്കാലത്തുണ്ടെങ്കിൽ സവിസ്തരമായ പട്ടികയുടെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ആരെ നമ്മൾ വിശ്വസിക്കും? എങ്ങനെ UDFന്റെ പ്രതിനിധിയെ, മതനിരപേക്ഷ രാഷ്ട്രീയത്തിന്റെ പ്രതിനിധിയെ നമ്മൾ തെരഞ്ഞെടുത്തയക്കും? ഇന്ത്യൻ ലോക്സഭയിൽ 400 MPമാർ BJPക്കുള്ളപ്പോ നമ്മൾ തിരിച്ചറിയേണ്ടത് അതിൽ 112 MPമാരെ സംഭാവന ചെയ്ത ഇന്ത്യൻ മതനിരപേക്ഷ രാഷ്ട്രീയത്തിന്റെ കഴുത്തറുത്തു മാറ്റിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് എന്ന സത്യം നമ്മൾ മറന്നു പോകാൻ പാടില്ല. 112 MPമാരെ BJPക്ക് സംഭാവന ചെയ്ത പാർട്ടിയാ. ഇപ്പോഴും ആ ഒഴുക്ക് തുടരുക. കോൺഗ്രസ് എന്ന് പറയുന്നത് എന്തായി? അതൊരു താൽക്കാലിക ഷെൽട്ടറായി മാറുകയാണ്. അതിവർഗീയതയിലേക്കുള്ള മതവർഗീയതയിലേക്കുള്ള യാത്രക്കിടയിൽ ഒരു താൽക്കാലിക അഭയസ്ഥാനമായി മാത്രം നമ്മുടെ രാജ്യത്ത് കോൺഗ്രസ് മാറുകയാണ്. കേരളത്തിൽ കോൺഗ്രസ് മാറുകയാണ്. ഈ കോൺഗ്രസിനെ നമ്മൾ എങ്ങനെ വിശ്വസിക്കും എന്നുള്ളതാണ് April 23 ഉയർത്തുന്ന മറ്റൊരു ചോദ്യം. ആരുണ്ട്? എത്ര കോടികൾ വെച്ച് തുലാസിൽ തൂക്കിയാലും, ഏത് പദവിയുടെ മോഹനസുന്ദരമായ പദങ്ങൾ കൊണ്ട് വാഗ്ദാനം ചെയ്താലും, മതനിരപേക്ഷ രാഷ്ട്രീയത്തെ ഒറ്റുകൊടുക്കാതെ വർഗീയതയ്ക്കെതിരെ സമരസപ്പെടാത്ത സമരമുന്നണി ഉയർത്തുവാൻ, അതിന് നേതൃത്വമാകുവാൻ ആരുണ്ട് എന്ന ചോദ്യം പ്രസക്തിയാർജിക്കുന്നത് ഇവിടെയാണ്. ഒരു ഉദാഹരണം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. പ്രൊഫസർ KV തോമസ് മുതൽ G. രാമചന്ദ്രൻ നായരും J. പ്രമീളാദേവിയും ടോം വടക്കനും ഉൾപ്പെടെയുള്ള മലയാളികളായ കോൺഗ്രസ് നേതാക്കന്മാരുടെ അനുഭവം സൂചിപ്പിച്ചു. ഇവിടെ കാസർഗോഡ് ജില്ലയിൽ CPIM അവരുടെ 3 ടേം പൂർത്തിയാക്കിയ പാർലമെന്റ് മെമ്പറോട് മത്സരിക്കേണ്ടതില്ല എന്ന് പറഞ്ഞു. പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി മെമ്പർ സഖാവ് P. കരുണാകരൻ 3 ടേം പൂർത്തിയാക്കി. ഇത്തവണ സംഘടനാ രംഗത്തൊക്കെ ശ്രദ്ധിക്കണം, മത്സരിക്കേണ്ടതില്ല എന്ന് പറഞ്ഞു. പുതിയ സ്ഥാനാർത്ഥി കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിൽ ഇടതുപക്ഷത്തെ പ്രതിനിധീകരിച്ച് സഖാവ് KP സതീശൻ മത്സരിക്കുമെന്ന് പറഞ്ഞു. പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റിയുടെ മെമ്പറായ സഖാവ് P. കരുണാകരൻ 3 ടേം പാർലമെന്റിൽ പൂർത്തീകരിച്ച സമാദരണീയനായ പാർട്ടിയുടെ MP വിളിച്ചു പറഞ്ഞത് സീറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ തിരികെ വിളിച്ചു പറഞ്ഞത് എനിക്ക് കോൺഗ്രസിൽ കൂട്ടുകാരുണ്ട് എന്നുള്ളതല്ല, എനിക്ക് RSSൽ സുഹൃത്തുക്കളുണ്ട് എന്നുള്ളതല്ല. പിറ്റേ ദിവസം പുതിയ സ്ഥാനാർത്ഥി KP സതീശ്ചന്ദ്രന്റെ ചുമരെടുത്ത് നടക്കുമ്പോൾ ആ സ്ഥാനാർത്ഥിയുടെ ചിഹ്നമായ അരിവാചുറ്റിക നക്ഷത്രം അടയാളം നടക്കുമ്പോൾ അതിന് തോർച്ചരിച്ചു കൊടുക്കുന്ന പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി മെമ്പറുടെ പാർട്ടിയാണ് CPIM. മതനിരപേക്ഷ രാഷ്ട്രീയത്തിന്റെ പതാകയെ ഈ രാജ്യത്ത് ഉയർത്തിപ്പിടിക്കുന്നത് ഞങ്ങളാ. April 23 ഉയർത്തുന്ന ഒറ്റ ചോദ്യമേയുള്ള നമ്മുടെ ജില്ലയെ പ്രതിദാനം ചെയ്ത ഇന്ത്യൻ ലോകസഭയിലേക്ക് ഈ മണ്ഡലത്തിന്റെ പ്രതിനിധി നടന്നു കയറുമ്പോൾ എത്ര കോടികളുടെ തുലാസ് കൊണ്ട് തൂക്കിയാലും, ഏത് പദവി വാഗ്ദാനം ചെയ്താലും മതനിരപേക്ഷ രാഷ്ട്രീയത്തെ കൂട്ടിക്കൊടുക്കാത്ത പ്രതിനിധിയായിരിക്കണം മലപ്പുറം ജില്ലയിൽ നിന്ന് നമ്മുടെ പ്രതിനിധീകരിച്ച് പോകേണ്ടത്. തോറ്റുപോകാത്ത, സമരസപ്പെടാത്ത മതനിരപേക്ഷ രാഷ്ട്രീയത്തിന് ഏതൊരുടെയും കരുത്തോടുകൂടെ പോരാടാൻ കരുത്തുള്ള കേരളത്തിന്റെയും രാജ്യത്തിന്റെയും പൂർവ്വകാല അനുഭവങ്ങളിൽ മതനിരപേക്ഷ വിദ്യാർത്ഥി ബോധത്തിന്റെ പ്രതീകമായ ആദരണീയനായ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി സഖാവ് BP സാനു ഇതാ നമ്മുടെ വേദിയിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞിരിക്കുന്നു. തോറ്റുപോകാത്ത മതനിരപേക്ഷതയ്ക്ക് മലപ്പുറം ജില്ല രാജ്യത്തിന് സംഭാവന നൽകുന്ന മതനിരപേക്ഷ വിദ്യാർത്ഥി ബോധത്തിന്റെ പ്രതീകത്തിന് ഉജ്ജ്വലമായ സമരസപ്പെടാത്ത വെപ്പിടം നൽകി അഭിമാന
എല്ലാവിധ കരുത്തും ഇന്ദ്രവും ഈ യോഗം നമുക്ക് പ്രതിദാനം ചെയ്യട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് മുഴുവൻ ആളുകളുടെയും അനുമതിയോടുകൂടെ അവസാനിപ്പിക്കുന്നു. അഭിവാദനം. അടുത്തതായി നമ്മുടെ സ്ഥാനാർത്ഥിക്ക് ഹാരാർപ്പണം നൽകുന്നതിന് വേണ്ടി പാർട്ടിയുടെ മുതിർന്ന നേതാവും നമ്മുടെ പ്രിയങ്കരനായ പൊന്നത്ത് ഉമ്രാക്കയെ വളരെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. പ്രിയമുള്ളവരെ, മുഴുവൻ ആളുകളോടും, എന്റെ ശബ്ദം ശ്രവിക്കുന്ന മുഴുവൻ ആളുകളോടും ചുറ്റിക അരിവാൾ നക്ഷത്രം അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തിക്കൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായ VP സാനു എന്ന് എന്നെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. വളരെ വിശദമായി തന്നെ ഇവിടെ സഖാവ് ജെയ്സി തോമസ് എന്തുകൊണ്ട് ഇടതുപക്ഷം വിജയിക്കണമെന്നും രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് എന്നുള്ളതും പ്രതിപാദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം വിഷയങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. മാത്രമല്ല, നമ്മുടെ ഇനിയും സ്വീകരണ കേന്ദ്രങ്ങളിലേക്ക് എത്താനുണ്ട്. സമയം വൈകിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് അധികം സമയം എടുക്കുന്നത് ശരിയല്ല എന്നതുകൊണ്ടും കൂടുതൽ കാര്യങ്ങളൊന്നും സൂചിപ്പിക്കാതെ ഈ തെരഞ്ഞെടുപ്പ് നമ്മുടെ രാജ്യത്തെ വീണ്ടെടുക്കാനുള്ള, മതനിരപേക്ഷതയെ പിടിക്കാനുള്ള, നമ്മുടെ ജനാധിപത്യ അവകാശങ്ങൾ സംരക്ഷിക്കുവാനുള്ള, സമത്വം വിഭാവനം ചെയ്യുന്ന ഒരു ഭരണഘടനയെ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ്. ആ പോരാട്ടത്തിൽ രാജ്യത്തെ മതനിരപേക്ഷ ജനാധിപത്യ കക്ഷികൾ ചേർന്ന് ഒരു ഗവൺമെന്റ്, ഇടതുപക്ഷത്തിന് മേൽക്കൈയുള്ള, ഇടതുപക്ഷത്തിന് നിയന്ത്രണാധികാരമുള്ള ഒരു ഗവൺമെന്റിനെ 2004 പോലെ തെരഞ്ഞെടുക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. മാത്രമല്ല, നമ്മുടെ കേരളത്തിലെ ജനകീയമായിട്ടുള്ള ഗവൺമെന്റ്, ഞാൻ ആ ഗവൺമെന്റിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊന്നും പറയുന്നില്ല. ആ ഗവൺമെന്റിന്റെ നേട്ടങ്ങളെ കുറിച്ച് ഞാൻ പറയുന്നില്ല. കാരണം ആ ഗവൺമെന്റ് നേട്ടങ്ങൾ എന്താണ് എന്ന് നിങ്ങൾ ഓരോരുത്തർക്കും അറിയാം. ഒരു പ്രളയം വന്നിട്ട് പോലും നമ്മളെ ആ പ്രളയത്തിൽ നിന്ന് കൈപിടിച്ചുയർത്തിയ മുക്കറ്റം വെള്ളത്തിൽ നിന്ന് നമ്മളെ കൈപിടിച്ച് ജീവിതത്തിലേക്ക് നടത്തിച്ച, ഇന്ന് ഇതാ നമ്മളെ നവകേരളത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ്, ആ ഗവൺമെന്റിന്റെ കരങ്ങൾക്ക് കഴുത്ത് പകരാൻ, അവരോടുള്ള, ആ ഗവൺമെന്റിനോടുള്ള നമ്മുടെ നന്ദിയും സ്നേഹവും കടപ്പാടും പ്രകടിപ്പിക്കാനുള്ള അവസരം കൂടിയാണിത്. തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ മലപ്പുറം ജില്ലയിൽ ഇതുവരെ വികസനത്തെ തടഞ്ഞു നിർത്തിയവർ, നമ്മുടെ മണ്ഡലത്തിലേക്ക് ആവശ്യമുള്ളതും നമ്മുടെ മണ്ഡലത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയാതെ പോയവരെ തമസ്കരിച്ചുകൊണ്ട് നമ്മൾ പുതിയ ആകാശങ്ങളിലേക്ക്, വികസനത്തിന്റെ അനന്തമായിട്ട് വിഹായസിലേക്ക് നമ്മൾ നടന്നു നീങ്ങുന്ന ഒരു ദിനമായിരിക്കും മെയ് മാസം 23 എന്ന് സൂചിപ്പിച്ചുകൊണ്ട്, അങ്ങനെ മെയ് മാസം 23 നമ്മുടെ പുരോഗതിയിലേക്കുള്ള ചവിട്ടുപടി ദിവസമായി നമുക്ക് മാറ്റി തീർക്കാൻ ഏപ്രിൽ മാസം 23 വരെയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ അശ്രാന്ത വിശ്രമമില്ലാതെ പരിശ്രമിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, നമുക്ക് ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ പട നയിക്കണമെന്ന് പറഞ്ഞുകൊണ്ട്, നമുക്ക് ഒരുമിച്ച് ജയിക്കാം ഇടതുപക്ഷത്തോടൊപ്പം എന്ന് കൂട്ടിച്ചേർത്തുകൊണ്ട് കൂടുതൽ കാര്യങ്ങളിലേക്കൊന്നും കടക്കാതെ ഒരിക്കൽ കൂടി ചുറ്റിക അരിവാൾ നക്ഷത്രം അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായ VP സാനു എന്ന് എന്നെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സ്വീകരണത്തിന് നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. അഭിവാദനങ്ങൾ.